ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എനിക്ക് മുന്നോട്ടുള്ളൊരു പ്രചോദനമാണ്. നിങ്ങളുടെ സബ്സ്ക്രൈബിങ് ചെയ്യുന്ന ആ ഒരു കാര്യം എനിക്ക് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ചാനൽ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള പ്രണയബന്ധത്തെ തകർത്ത ശത്രുക്കൾക്കിനി തിരിച്ചടികളുടെ കാലം. ഈ പ്രണയബന്ധത്തിന് പുതിയ തുടക്കം വരുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, എന്തൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് ശത്രുക്കളുടെ കാര്യം, എങ്ങനെയാണ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ നോക്കാം. ഇതൊരു മൂൺ എനർജിയിൽ എടുത്തിട്ടുള്ള ഒരു കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലാണ് നമ്മൾ ഈ ഒരു കാർഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, ന്യൂ മൂൺ ഇൻ സാജിറ്റേറിയസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പഴയ ചിന്തകളെല്ലാം കുഴിച്ചു മൂടിക്കൊണ്ട് പുതിയ ചിന്തകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരുപാട് വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ഇഷ്ടക്കേടുകൾ ഉണ്ടായിട്ടുണ്ടാകാം. അല്ല, എല്ലാ പ്രണയബന്ധത്തിലും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇഷ്ടക്കേടുകൾ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാകും, ഇഷ്ടക്കേടുകൾ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട്, അതായത് നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ശക്തമായിട്ടുള്ള ഫൈറ്റിംഗ് ടെൻഡൻസി, തല്ല് പിടിക്കുന്ന സ്വഭാവം, അതിനെന്തെങ്കിലും കാരണം ഉണ്ടാകാം. ചിലപ്പോൾ തേർഡ് പാർട്ടിയെ ചൊല്ലിക്കൊണ്ടായിരിക്കാം, തേർഡ് പാർട്ടിയെ പറഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങൾ തല്ല് പിടിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ആ ഒരു കാര്യം അവിടെ സമാപ്തിയിലേക്ക് വരികയാണ്, അതായത് അവസാനിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ന്യൂ മൂൺ ഇൻ സാജിറ്റേറിയസ് എന്ന് പറയുമ്പോൾ, സാജിറ്റേറിയസ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഫയർ എനർജിയാണ്, അതൊരു ഫയർ സോഡിയാക് സൈൻ ആണ്, ഫയർ എലമെന്റ് ആണ്. ഇപ്പൊ സാജിറ്റേറിയസ് എന്ന് പറയുന്നത് ഒരു യോദ്ധാവിന്റെ എനർജിയാണ്, അതായത് മുന്നോട്ട് വരണം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് ഓൾസോ ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ ഒരു പുതിയ ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു പൗർണമിക്ക് ശേഷം വരുന്ന ആ ഒരു എന്താ പറയാ, ഒരു അമാവാസിക്ക് ശേഷം വരുന്ന ആ ഒരു ന്യൂ മൂണിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുതിയ എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ പേഴ്സൺ പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ, അങ്ങനെ ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും പോസിറ്റിവിറ്റി ആയിരിക്കും സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടെന്ന് പറയണത് നിങ്ങളായിട്ട് എങ്ങനെ തല്ലുപിടിക്കാം, നിങ്ങളായിട്ട് എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, തേർഡ് പാർട്ടി ആയിട്ട് എങ്ങനെ പോകാം, ഇതൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാം ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് എല്ലാ മനുഷ്യർക്കും തോന്നിക്കണമെന്നില്ല, അല്ലെ? പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറയണത് എല്ലാവർക്കും തോന്നിക്കണ കാര്യമാകണം എന്നില്ല. അത് ഒരു പാഠം പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാഠം ഈ വ്യക്തി പഠിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാകണം. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പേഴ്സൺ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഏഞ്ചൽസ് എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത്. വെയിറ്റ് എന്നാണ്, വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, എന്ത് കാര്യമാണോ, എന്ത് കാര്യം സംഭവിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ഈ പേഴ്സണായിട്ടുള്ള റിയൂണിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ അധപ്പതനമായിരിക്കാം, തേർഡ് പാർട്ടിയുടെ ഫെയിലിയർ ആയിരിക്കാം. അപ്പോൾ എന്താണെങ്കിൽ പോലും അതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒന്ന് കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്.
നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ആണ്. ഈ പേഴ്സൺ സത്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് എഫേർട്ട് ഇട്ടിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൗൺ ടു വെർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. ഒരു ഡൗൺ ടു വെർത്ത്, അതായത് ഒരു ഡൗൺ ടു വെർത്ത് ആയിട്ട്, അതായത് ഒരു ഒരു താഴ്മയോടുകൂടി പെരുമാറുക, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ അല്ല. ഈ പേഴ്സൺ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരണം. ഈ പേഴ്സൺ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഈ പേഴ്സൺ പറയുന്നത് പോലെ വരണം. ഈ ഒരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഉള്ളത്. പക്ഷേ എപ്പോഴും ആ ഒരു മെന്റാലിറ്റിയിൽ നിന്നും ഈ പേഴ്സൺ മാറിയിട്ട് ഇപ്പൊ ഒരു സാധ്യതകളുടെ വഴിയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പേഴ്സണ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത്, അതായത് നിങ്ങളുടെ ഇഷ്ടവും കൂടെ ഈ പേഴ്സൺ നോക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആദ്യമൊക്കെ ഈ പേഴ്സന്റെ ഒറ്റക്കുള്ള തീരുമാനമായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറിയിട്ട് നിങ്ങളെയും കൂടി ഒരുമിച്ച് നിർത്തിയിട്ടുള്ള ഒരു മെന്റാലിറ്റി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് സാധ്യതകൾ, ഇപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കാം ഉണ്ടായിരുന്നത്. ഓ, ഇത് മര്യാദക്ക് മുന്നോട്ട് പോകൂല, ഇതിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ഒരു ചിന്താഗതിയായിരിക്കാം ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധ്യതകളെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ എന്ത് ചെയ്തിട്ട് നടപ്പിലാക്കണം, ഏത് വഴിയിലൂടെ നടപ്പിലാക്കണം, ഇങ്ങനെയുള്ളൊരു മെന്റാലിറ്റിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അതായത് നിങ്ങൾക്ക് റെസ്പെക്റ്റ് അങ്ങോട്ട് തരാം, നിങ്ങൾ തിരിച്ചു റെസ്പെക്റ്റ് ഈ പേഴ്സന് കൊടുക്കുക. അതായത് പരസ്പര ധാരണയോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു ധാരണയിൽ മുന്നോട്ട് പോകാനാണ്, ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ ഒരു ധാരണയിൽ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് വേണമെങ്കിൽ ഈ പേഴ്സന്റെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും ഈ പേഴ്സൺ തന്നിട്ടില്ലായിരിക്കാം. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാനാണ്. ആൻഡ് ഓൾസോ യു ഓൾറെഡി ഹാവ് ഓൾ ദ ആൻസേഴ്സ് എന്നാണ്. അതായത് ഈ പേഴ്സൺ ഒരുപാട് റഷപ്പ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടാ, പെട്ടെന്ന് വഴക്കിട്ട് പോവുക, പെട്ടെന്ന് ബ്രേക്കപ്പ് ചെയ്ത് പോവുക, പെട്ടെന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അത് ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ അതെല്ലാം മാറി നിങ്ങളുമായിട്ട് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ പ്രശ്നങ്ങൾക്കുള്ള ആൻസർ, ആ പ്രശ്നങ്ങൾക്കുള്ള മറുപടി എന്താണോ അത് ഈ പേഴ്സൺ ഓൾറെഡി സ്വന്തമായിട്ട് കണ്ടുപിടിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുമായിട്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെന്തിന്റെ കാരണം കൊണ്ടാണ്, എന്ത് കാരണത്താലാണ്, ആര് കാരണം കൊണ്ടാണ്, അതായത് ആര് കാരണമാണ്, ആരുടെ സാന്നിധ്യം കൊണ്ടാണ്, ഏത് സാഹചര്യം കൊണ്ടാണ്, ഇതൊക്കെ ഈ പേഴ്സൺ സ്വയം അതിൻ്റെ എല്ലാം ഉത്തരം കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്, സ്വന്തമായിട്ടെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശക്തരാകാനാണ്. അതായത് ഇപ്പോൾ ഈ പേഴ്സണായിട്ട് നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ്, ഇത്തരം അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇതിലൂടെ ഈ ഒരു ഡിഫിക്കൽട്ടിയെ, ഈ ഒരു ബുദ്ധിമുട്ടുകളെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ ധൈര്യത്തിലേക്ക് എത്തിച്ചേരാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. വിഷമിച്ച് മാറിയിരിക്കാൻ യൂണിവേഴ്സ് പറയുന്നില്ല. നിങ്ങളുടെ എനർജിയും ആത്മവിശ്വാസവും കളയരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കാരണം ഈ റിലേഷൻഷിപ്പിൽ വരുന്ന എന്ത് കാര്യമായാലും അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എല്ലാം നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പല കർമ്മങ്ങളും ക്ലിയർ ആകുന്നുണ്ട്. കർമ്മങ്ങൾ ക്ലിയർ ആകണം, അതിന്റെ ഭാഗമായിട്ടാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ അതെന്താണെങ്കിൽ പോലും നിങ്ങൾ പവർഫുൾ ആയിട്ട് നിൽക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ പേഴ്സൺ ആണെങ്കിൽ എന്താ പറയുക, കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ആരുടെയൊക്കെ ഉപദേശം സ്വീകരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
അത് ഈ മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം മതപണ്ഡിതന്മാരുണ്ടല്ലോ, അവരുടെ ചിലപ്പോൾ ഉപദേശമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടാകാം, വിധേയമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉപദേശിച്ച് നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ ഏതെങ്കിലും കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടാകാം. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഉപദേശം തേടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പേഴ്സൺ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഉണർവ്, അതായത് ഈ പേഴ്സൺ ഉണർന്ന് പ്രവർത്തിക്കാത്ത ഒരു രീതിയാണെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ഈ പേഴ്സൺ നിങ്ങളെ ഒട്ടും ഒന്നും ചിന്തിക്കാതെ നിങ്ങളെ ജഡ്ജ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അതായത് മറ്റുള്ളവരാണ് ഇതിന് ഏറ്റവും വലിയ കാരണം എന്നുള്ളത്. അതായത് അത് ചിലപ്പോൾ കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ബ്ലാക്ക് മാജിക് എനർജി, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളായിരിക്കാം, മറ്റുള്ളവരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യിപ്പിക്കുക, മറ്റുള്ളവർ ഈ പേഴ്സണെയും നിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അറ്റാക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കിവിടെ ഉറപ്പിച്ചു പറയാൻ പറ്റും. അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങൾ എന്താണ് എന്ന് പോലും അന്വേഷിക്കാതെ, നിങ്ങൾ എന്താണ് എന്ന് പോലും ചിന്തിക്കാതെ നിങ്ങൾക്ക് മുന്നേ വിധി എഴുതി എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങളോട് ഒരു വാക്ക് പോലും, അല്ലെങ്കിൽ നിങ്ങളോട് ഇതിനെക്കുറിച്ചൊന്ന് ഒരു വാക്ക് പോലും ചോദിക്കാതെ നിങ്ങൾ മോശപ്പെട്ടവരാണ് എന്ന് ഈ പേഴ്സൺ മുൻവിധി എഴുതി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണം എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഈ പേഴ്സൺ അത് വിശ്വസിച്ച് നിങ്ങളെ തെറ്റിദ്ധരിച്ചു. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റണമെന്നും നിങ്ങളോട് സോറി പറയണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സന് വേണ്ടിയിട്ട് നിലകൊള്ളാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. ഈ പേഴ്സന് വേണ്ടിയിട്ട് ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ പേഴ്സൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എന്ത് ചാലഞ്ച് വന്നാലും അതിനെ പവർഫുൾ ആയിട്ട് നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് നല്ല രീതിയിൽ തൻ്റെ ഇടമൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജീസ് ധർമ്മ അൺഫോൾഡിംഗ് ആണ്. ഉറപ്പായിട്ടും ഇതൊരു സന്തോഷത്തിലേക്ക് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഏത് റിലേഷൻഷിപ്പാ, ഏത് തരത്തിലുള്ള ബന്ധമായിക്കോട്ടെ, ഇവിടെ ഒരു ധർമ്മമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു കർമ്മയുണ്ട്. അത് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ റിലേഷൻഷിപ്പ് പോകുന്നത് സന്തോഷത്തിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ശത്രുക്കളുടെ ആ ഒരു അധപ്പതനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ശത്രുക്കൾ ഭയങ്കരമായിട്ട് ഈ പേഴ്സണെ എന്താ പറയാ, സ്വാധീനിച്ചിരുന്നു. നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പേഴ്സണെ സ്വാധീനിച്ചിരുന്നു. ഇനി അത് നടക്കില്ല എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള മെസ്സേജ്. പവർഫുൾ ഇൻഡ്യൂഷൻ, ഈ പേഴ്സൻ്റെ ഇൻഡ്യൂഷൻ വളരെയധികം വർക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് മന്ത് കിട്ടിയിട്ടുണ്ട്. 1221 ഏഞ്ചൽ നമ്പർ, പാലക്കാട് ഡിസ്ട്രിക്ട് കിട്ടിയിട്ടുണ്ട്. ഹൗസ് വൈഫ്, പാർക്ക്, ഓവർ കെയറിങ്, 1997, 15 ദിവസം, ലെറ്റർ പി. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.